തലവേദന പിന്നെയും വന്നോ? അല്ല, എന്റെ ഡ്രസ്സ് കൊണ്ടുവന്നോ? നിങ്ങൾ ഡോക്ടർ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ആ ടൈലർ കാര്യം ആലോചിച്ച്. കിട്ടിയോ? ഇതൊക്കെ പൂത്തു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെടുന്ന് കൂടുന്ന്. അപ്പൊ അയാള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലേ? അങ്ങനത്തെ മൂന്നാലുണ്ടേ. കഴിഞ്ഞ മാസം ഞാൻ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും പറഞ്ഞു അത് പെട്ടെന്ന് പൂത്തുവന്ന്. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വാങ്ങി. ആ വീട്ടിലേക്കോ? പക്ഷെ എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് ഞാനത് പറഞ്ഞില്ല അല്ലേ? മറന്നുപോയതാ പറയാൻ. 2 മാവും തൈ, ഒരു പ്ലാവിന്റെ പിന്നെ ഒരു തെങ്ങിനും തൈ. അമ്മ പറഞ്ഞു നന്നായിട്ട് കിളിർത്ത് വളരുന്നുണ്ടെന്ന്. 14,000-ന്റെ സാധനം വീട്ടിലേക്ക് വാങ്ങി കൊടുത്തിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല അല്ലേ? എടാ അത് അന്ന് വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയപ്പോഴേ അതിന്റെ കൂടെ വാങ്ങിയതാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്നോടും കൂടി പറഞ്ഞിട്ടേ ചെയ്യൂന്ന്. അപ്പൊ നമ്മളറിയാത്ത രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? രഹസ്യങ്ങളോ? നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ നീ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നാളെ അഭിലാഷിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷിന്റെ വീട്ടിലേക്കോ? എന്തിന്? അവന്റെ ഭാര്യ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കേസായിരുന്നല്ലോ ഇത്. ഇവന്റെ ജോലിയൊന്നും വലിയ ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്രൊമോഷൻ കിട്ടിയില്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ അവർ കുറച്ച് പേര് നാളെ അവന്റെ വീട്ടിലേക്ക് വരും. അപ്പൊ ചെറിയൊരു ചടങ്ങൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നാട്ടുകാരെ വിളിച്ചൊരു പാർട്ടിയും. ഇപ്പൊ രജിസ്റ്റർ മാരേജ് മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് മറച്ചു വെച്ചിരിക്കുക അല്ലേ? നിങ്ങൾ ഒന്നും എന്നോട് തുറന്നു പറയുന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ എന്നോട് പറഞ്ഞത്? അല്ലെ ഞാൻ അറിയോ? എടാ അതിന് ഇന്ന് രാവിലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയില്ലേ, അപ്പോഴാണ് അവൻ എന്നോട് സംഭവം പറയുന്നത്. പിന്നെ ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ. ഓ, എന്ത് പറഞ്ഞാലും നിന്നോട് പറയാൻ വിട്ടുപോയി. എന്നോട് നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. തന്നെ ചെയ്തോ എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ ഉണ്ടെന്നേ വിചാരിക്കണ്ട. പോരെ? ഓ, ഇതിപ്പോ ഇന്നത്തെ സമാധാനം പോയി. ഒരു ദിവസം പോലും ഇവിടെ സമാധാനം തരില്ല. ഇവളോട് പറയണ്ടായിരുന്നു ഈ കാര്യം. ഇവള് ഇത്ര നേരമായിട്ട് ഈ കാര്യം വിട്ടില്ലേ? ഛേ, നീ എന്താ ഇവിടെ മുഖം വീർപ്പിച്ച് വന്നിരിക്കുന്നത്? ഞാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതങ്ങോട്ട് പറയാൻ മറന്നുപോയി. അത്രയല്ലേ ഉള്ളൂ. അതിനിങ്ങനെ ഒരുമാതിരി വിഷമിച്ച് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതങ്ങോട്ട് വിട്. പിന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കലാണല്ലോ പണി. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എനിക്ക് ചിന്തിക്കാൻ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്ന് 5-6 വിസിൽ വന്നപ്പോ കുക്കറിന്ന്. അന്ന് ഇത്ര നേരമായിട്ട് കേട്ടില്ലല്ലോ. അതിനിവിടെ ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും ഇല്ലേ? നിങ്ങളുടെ കണ്ണും ചെവിയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഓഫായിക്കൂടെ? അല്ലല്ലോ, എന്തിനാ ഇവിടെ ഞാൻ ഇവിടെ വെറുതെ ഒരാൾ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാ, ചെയ്യാനറിയാ. ഇനി വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കൂടെ നിൽക്കാൻ നിങ്ങളുടെ വീട്ടുകാരും ഉണ്ടല്ലോ. അവരെ വിളിക്കും. നീ എന്തെങ്കിലും ചെറിയ കുട്ടികളെ പോലെ? എടാ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് 100 ടെൻഷനിൽ നടക്കുക. അതിനിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മറന്നുപോയില്ലേ? അങ്ങനെ വിട്ടുപോയതാ അത്. നീ അതിങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കല്ലേ. അത് കളയി. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് റെഡിയാവും. നമുക്കേ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോഴത്തേന് നിന്റെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവും. ബീച്ചിലേക്കോ ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിക്കോ. ഞാൻ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ആണെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ നിന്നോട് പറഞ്ഞു ഇപ്പൊ ബീച്ചിൽ പോവാന്ന്. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ മോന്തി ഉറപ്പിച്ച് ഇങ്ങനെ നിന്നോ. എന്നും തന്നെയുള്ള പരിപാടി. സന്തോഷത്തോടെ തുടങ്ങിയതാ ദിവസം, അത് നശിപ്പിച്ച്. ഒരു കാര്യം വേണ്ട അവക്ക്. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടന്നോ. അടുക്കളയിൽ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ. ചോറ് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോവാ. നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത്? നീ വേറെ എന്തെങ്കിലും കഴിച്ചോ? എടി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഊതി പെരുപ്പിച്ച് വലിയ സംഭവമാക്കി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ നിനക്ക്? സമാധാനം നിന്റെ മാത്രമല്ല എന്റെയും കൂടെ പോകുന്നത്. അതോ നീ ഇങ്ങനെ എന്റെ മുന്നിൽ ഇങ്ങനെ മുഖം പെരുപ്പിച്ച് നടക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ? ഇതൊരു കാര്യമില്ലാണ്ട് ഞാൻ നിന്റെ പുറകെ എത്ര പ്രാവശ്യം വന്ന് സോറി പറഞ്ഞു.
എന്നിട്ട് നിനക്കത് ഒഴിവാക്കാനായിട്ടില്ല? അതിന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ആരുടെയും സമാധാനം കളഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് മിണ്ടാതെ നടന്നൂടെ? എനിക്ക് കുറച്ച് സ്വസ്ഥതയോടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നൂടെ? നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം. ഓ, നിന്നെ കൊണ്ടാവില്ല മനുഷ്യന്. എന്നും ദിവസം സന്തോഷത്തോടെ തുടങ്ങും. അത് കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് പിടിച്ചങ്ങോട്ട് തൂങ്ങും. മിണ്ടാണ്ട് നടക്കുക, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. എടി, സ്ഥിരമുള്ള പരിപാടിയല്ലേ ഇത്? നിനക്ക് ഇന്നും നിർത്താനായിട്ടില്ല? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതമാണ്. നീ ഇങ്ങനെ ദിവസം ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ ജീവിക്കാൻ സമയം? അത് ഇതിന് നാളെ രാവിലെ കൊണ്ടുപോകാനാണ് പരിപാടി. നാളെ വരെ കൊണ്ടുപോകണം, മറ്റന്നാൾ വരെ കൊണ്ടുപോകണം ഞാൻ തീരുമാനിച്ചോളാം. അതോ നിങ്ങളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് എന്റെ ഫീലിങ്സും ഇമോഷൻസും സങ്കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അടക്കി വെച്ച് നടക്കണം? എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലേ? നിന്റെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നീ എക്സ്പ്രസ് ചെയ്തോ, അതിനാരും ഇവിടെ തടസ്സം നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ എന്ത് കാര്യം ഉണ്ടായിട്ടാണ്? അതോ നീ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട് മനഃപൂർവ്വം കൊണ്ട് നടക്കണത്? ഞാൻ മനഃപൂർവ്വം കൊണ്ട് നടക്കുന്നതാ നിങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടിട്ട്. എന്റെ സമാധാനം പോകുന്നിട്ട് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. എല്ലാ തെറ്റും ചെയ്തിട്ട് അവസാനം എല്ലാം എന്റെ തലയിലേക്ക് എടുത്തിടുക. ഞാനാ തെറ്റുകാരി. ഞാൻ നിങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്നെ ഇനി വിളിക്കണ്ട. ഇവള് എന്തിനുള്ള പോക്കാത്? വെറുതെ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇവളോട് എന്ത് പറഞ്ഞിട്ട് അവളൊന്ന് ശരിയാക്കി എടുക്കുക? ഇനിയിപ്പോ ഇത് എത്ര ദിവസം പോവും ഇങ്ങനെ? ഇന്നത്തത് പോയി. ഇതെങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കുറുമ്പ് വന്നിരിക്കുന്നത്? മക്കൾ ഇതിൽ എന്തെങ്കിലും കൊണ്ട് ഇട്ടോ? പക്ഷെ ഒന്നുകൂടി മടക്കി വെക്കണേ. തലവേദനയായല്ലോ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? താഴെ നോക്കി കണ്ടില്ല. കുറെ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തുണികൾ മടക്കി വെക്കാൻ വേണ്ടി കയറുക. പിള്ളേർ മുഴുവൻ അവിടെ വലിച്ചിട്ടിട്ട് ഇത് നോക്കുമ്പോ ഇതിലങ്ങോട്ട് ഉറുമ്പ്. ഇനിയിപ്പോ ഒന്നുകൂടി ചെയ്യണം. ഇരട്ടി പണിയായി. എനിക്കാണെങ്കിൽ നല്ല തലവേദന. ഒന്നത് ചൂടും കൂടുതലല്ലേ? മൈഗ്രൈൻ്റെ പ്രശ്നം കൂടിയെന്നൊരു സംശയം. ഡോക്ടറെ നിന്ന് കാണുന്നു. തലവേദന പിന്നെയും വന്നോ? അല്ല, എന്റെ ഡ്രസ്സ് കൊണ്ടുവന്നോ? നിങ്ങൾ ഡോക്ടർ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ആ ടൈലർ കാര്യം ആലോചിച്ച്. കിട്ടിയോ? സാധനമൊക്കെ കിട്ടി. വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. താഴെ വെച്ചിട്ടുണ്ട്. സമാധാനായി. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇന്നലെ രമ്യ സ്നേഹയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടേ അവരെ ഡ്രസ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെടുത്ത ഡ്രസ്സിന്റെ അത്ര വിലയില്ല. ഇനി മൂപ്പർ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടോന്ന് അറിയില്ല. ഞാൻ പോയി നോക്കട്ടെ. നിങ്ങളെന്താ ഈ തലേന്ന് എഴുത്തിരിക്കുന്നേ? ഓൾട്രേഷൻ ചെയ്ത് തന്നപ്പോ അതങ്ങ് വാങ്ങിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? എനിക്കറിയാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. ഇനി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇത് കറക്റ്റ് ആട്ടോ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല പറയാൻ. അല്ല, എന്റെ കമ്മലും മാലയൊക്കെ എവിടെ? ഞാൻ അവിടെ നോക്കി. കമ്മലൊന്നും ഞാൻ വാങ്ങിയില്ല. നിന്റെ ആ ചുരിദാറിന് എങ്ങനെയോ ചെന്ന് വാങ്ങിയതാ. അത്രയും തലവേദനയായിരുന്നു. കമ്മൽ വാങ്ങിയില്ല? ഷൂ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? എന്തായാലും നിങ്ങൾ ഇത് വാങ്ങാൻ പോയില്ലേ? അപ്പൊ പിന്നെ നിങ്ങളുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ അല്ലേ? അതുകൂടി വാങ്ങിട്ട് വന്നൂടെ? എങ്കിൽ ഇത് ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഇതിന്? നീ എന്തിനാ ഒന്നും മനസ്സിലാക്കാണ്ട് സംസാരിക്കുന്നത്? ഇഷ്ടംപോലെ ഷോപ്സ് അല്ലേ ഇവിടെ. നിനക്ക് അവിടെ എവിടെ നിന്ന് വാങ്ങിക്കൂടെ? അവിടുന്ന് തന്നെ വാങ്ങണമെന്നുണ്ടോ? ഇവിടെ നിന്ന് വാങ്ങാനാണ് എനിക്ക് മുമ്പേ വാങ്ങിക്കൂടായിരുന്നോ? അവിടെ ഞാൻ കണ്ടു വെച്ചതാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കത് വേണമെന്ന്. അതിന്റെ മാലയും പിന്നെ അതിന്റെ വളകളും കമ്മലും ഇത് മൂന്നും അവിടെയുള്ളത്. ഞാൻ അവിടുത്തെ ചേച്ചിനോട് പറഞ്ഞതാ നിങ്ങളിൽ തന്നുവിടാൻ വേണ്ടിട്ട്. അതിന് അങ്ങനെ ഒരു ചേച്ചിയൊന്നും അവിടെ വന്നില്ല. അതിനവർ നിങ്ങളെ തന്നെ ഓഫീസിലേക്കൊന്നും വരില്ല. നിങ്ങൾ അവരെ ഫാൻസിലേക്ക് പോണം. അവരതും വിട്ടിട്ട് നിങ്ങളുടെ പുറകെ വരിക. അതാ നിങ്ങളുടെ ഭാര്യന്റെ കമ്മൽ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് നാളെ പോകേണ്ടതല്ലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നാളെ രാവിലെ ഞാൻ ഓഫീസ് പോകുമ്പോൾ നീ എന്റെ കൂടെ വാ. അത് ഞാൻ അവിടെ ഇറക്കി വിടാം. നീ എന്ന് വാങ്ങ്. തിരിച്ചൊരു ബസ്സിന് വന്നാൽ മതി. മനുഷ്യന് കുറച്ച് സമാധാനം എന്താ? ഓ, എന്ത് പറഞ്ഞാലും പറയും എനിക്ക് കുറച്ച് സമാധാനം എന്താ സമാധാനം എന്താ. പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ? അന്നേ ഞാൻ വാങ്ങുമായിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ കളർ ഇത് തന്നെയാണെന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ വാങ്ങാതിരുന്നു. എനിക്ക് നാളേക്ക് വരാൻ പറ്റുമൊന്നുമില്ല. നാളെ ഞാൻ ഒരുങ്ങാൻ നിൽക്കുമോ അതോ ഫാൻസി നേരിട്ട് അങ്ങോട്ടേക്ക് വരും? എനിക്കൊന്നും പറ്റില്ല. നീ ഇപ്പൊ എന്തി പറഞ്ഞു വരുന്നത്? ഞാൻ ഈ 10-30 കിലോമീറ്റർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ആ സാധനം വാങ്ങിട്ട് വരണമെന്നാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ വർക്ക് ചെയ്ത് ഈ തലവേദനയും പിടിച്ചിട്ട് അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്ന കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. മനുഷ്യനെ മനസ്സിലാക്കൂല്ലേ? ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാ പെണ്ണുങ്ങളും കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ സാധനവും വാങ്ങി.
ഞാൻ എന്തിട്ടിട്ട് പോകും, എനിക്ക് ഒരു പ്രശ്നമില്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എന്റെ ഭർത്താവിന് തലവേദന ആയിരുന്നു അതുകൊണ്ട് വാങ്ങിട്ട് വന്നില്ല. അമ്മ വിളിക്കുന്നുണ്ട്. ആ എന്താമ്മ? സൗണ്ട് ഭയങ്കര സന്തോഷം കൊണ്ടേ തുള്ളിച്ചാടി നിൽക്കായിരുന്നു, അപ്പോഴമ്മ വിളിച്ച അതാ സൗണ്ട് ഇങ്ങനെ. അമ്മ കാര്യം പറ. ആര്? ഏട്ടനോ? എത്രൻ്റെ? 5550. അവനെപ്പോഴും അങ്ങനെ തന്നെയല്ലേ. അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവന് ജീവനല്ലേ, അപ്പൊ അവനത് ചെയ്യില്ലേ? 1999 ഇവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. നാളെ പരിപാടി എപ്പോഴാ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ? ആണ്. അവൾക്ക് ഭാഗ്യം, ഭാഗ്യമുള്ള ഭാര്യമാർക്ക് അങ്ങനെയാ, നല്ല ഭർത്താക്കന്മാരെ കിട്ടും, എല്ലാ സാധനവും വാങ്ങിക്കൊടുക്കും. ആ ഭാഗ്യം എല്ലാവർക്കും വേണമെന്നില്ലല്ലോ. ചില വീടുകളിലുണ്ട്, എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ചാടിക്കടിക്കാൻ വരും, നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. മിണ്ടുകയാണെങ്കിൽ പറയും മനസ്സമാനം കളയാണ്, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. ഓരോരുത്തരുടെ അവസ്ഥ. ആര് സ്നേഹ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളൊക്കെ എത്ര ഭാഗ്യവതിയാ, നല്ല ഭർത്താവിനല്ലേ അവൾക്കും കിട്ടിയത്. അവളൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല അവളെ ഭർത്താവ് ചെരുപ്പ് വരെ വാങ്ങിക്കൊടുത്തു. രമ്യയും വിളിച്ചു, ഡ്രസ്സും അവരൊക്കെ ഭർത്താക്കന്മാര് വാങ്ങിക്കൊടുത്ത ബാഗും ഒക്കെ കാണിച്ചു തന്നു. ആര്? രാജീവ. ഓ അവൻ നല്ലതല്ലേ, അവൻ ഭാര്യക്ക് നെയിൽ പോളിഷ് വരെ വാങ്ങിക്കൊടുക്കും, കറക്റ്റ് കളർ നോക്കിയിട്ട്. ആ ഇവിടെ ഉണ്ട്, തലവേദനയായിട്ട് കിടക്കാൻ പോവാ. ആ അത് ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഓഫീസിൽ ഇരുന്നിട്ട് തലവേദന വന്നു. ഇല്ലില്ല, എന്റെ പണി തുടങ്ങാൻ പോകുന്നില്ല. ഇനിയിപ്പോ ചായ ഉണ്ടാക്കണം, ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ജോലി. അയ്യോ അതിനൊന്നും സമയമില്ല, ഡ്രസ്സ് അവിടെ ഞാൻ കണ്ടു, അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് നോക്കാനും പിടിക്കാനും അതിന്റെ പുറകെ നിൽക്കാനും സമയമില്ല. പ്രാരാബ്ദവും ഉത്തരവാദിത്തവും ഒക്കെ ആയില്ലേ. ഞാനില്ല, ഞാൻ ഇങ്ങോട്ടും ഇല്ല, വൈകുന്നേരം ആവാലും ഇവിടെ വരും. അങ്ങോട്ടേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ശരി കേട്ടോ. എൻ്റെ ഏട്ടനെ അവന്റെ ഭാര്യയ്ക്ക് 5500 ഡ്രസ്സാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അതിന് പറ്റിയ കമ്മലും വളയും മാലയും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നീ എൻ്റെ മനസ്സമാനം കളയല്ലേ ഇങ്ങോട്ട് വരും. എല്ലാവർക്കും ഭാര്യമാരുണ്ട്, എല്ലാവരും ഭാര്യമാർ നല്ല പൊന്നുപോലെ കൈവെള്ളയിലിട്ടാ നോക്കുന്നത്. സ്നേഹയ്ക്കും രമ്യയ്ക്കും ഒക്കെ അങ്ങനെ ചെരുപ്പും നെയിൽ പോളിഷും എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആകെ ഒരു ഡ്രസ്സ് ഞാൻ കൊടുത്ത് ഓൾട്രേഷൻ ചെയ്ത് കൊണ്ടുവന്നു, അത് രാവിലെ തന്നു വിട്ടത്. അതിനാണ് എന്തോ സംഭവമായിട്ട് പറയുന്നത്. ഭാഗ്യം വേണം പെണ്ണുങ്ങൾക്ക്, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. നീ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടില്ലേ? ഏതെങ്കിലും ഒന്ന് ചെയ്തു തരാണ്ടിരുന്നിട്ടുണ്ടോ? ഇതിപ്പോൾ എനിക്കത് വാങ്ങാൻ പറ്റാത്ത എൻ്റെ തലവേദന ആയതുകൊണ്ടല്ലേ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിനക്കൊരു തൃപ്തിയില്ല. ഇങ്ങനെ പോയില്ലെങ്കിൽ നമ്മൾ എവിടെ വരെ പോകും? ഇതിപ്പോൾ ചെറിയൊരു കമ്മലിൻ്റെ മാലേൻ്റെ മാറ്റർ. അത് നിനക്ക് നാളെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നാൽ മതി. നാളെ രാവിലെ 5 മണി 6 മണിക്കൊന്നും നിന്റെ പാർട്ടിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനൊരു സമയമില്ല, വൈകുന്നേരം പോയ പോരെ. അതിനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട്. വേണമെങ്കിൽ നിനക്ക് തന്നെ ഒരു ഓട്ടോയും പിടിച്ചിട്ട് പോയിട്ട് വരാവുന്നേ ഉള്ളൂ. അതിന് ഞാൻ തന്നെ ചെയ്താന്നില്ലെങ്കിൽ ഇതാ ഞാൻ നിന്നോട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് തലവേദന എടുത്തിട്ടാ വരുന്നതെന്ന്. എന്നിട്ട് തലവേദന അല്ലേ, ഇരിക്കും ഞാൻ ചായ ഇട്ട് തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് വേണം, അതൊന്നല്ല ചോദിക്കും. എൻ്റെ ചുരിദാർ എവിടെ, എൻ്റെ കമ്മൽ എവിടെ, എൻ്റെ മാല എവിടെ? ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയണ്ട. നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നിനക്ക് നിന്റെ സന്തോഷം, നിന്റെ കംഫർട്ടബിലിറ്റി, നിന്റെ കാര്യങ്ങൾ മാത്രം. നീ എന്തുകൊണ്ട് എൻ്റെ തലയിൽ കയറി ഇപ്പം നിരങ്ങുന്നതെന്ന് അറിയോ? നീ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ചെയ്തു തരാൻ പാടില്ലായിരുന്നു, നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കണമായിരുന്നു. ഇതെന്റെ മിസ്റ്റേക്കാണ്. ഇങ്ങനെയാണ് ഒരു ഭാര്യ വേണ്ടത്? ഇതിപ്പോൾ എൻ്റെ സ്ഥാനത്ത് നീയാണ് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നെങ്കിലോ? അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ടാവും? ഒരുപാട് ഫയൽസ് നോക്കാനുണ്ടാവും, സ്റ്റാഫായിട്ട് മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ കുറേ ആൾക്കാർ വരും, അവരോടൊക്കെ സംസാരിക്കണം, ചെയർമാനോട് സംസാരിക്കേണ്ടി വരും, മാനേജറോട് സംസാരിക്കേണ്ടി വരും. ഇതിനൊക്കെ മറുപടി ഒരാൾ കൊടുക്കണ്ടേ? 10,000 ടെൻഷനായിരിക്കും. അതും പോരാണ്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്തായിരിക്കും നീ പറയുന്നത് പഞ്ചസാര തീർന്നു, അരി വേണം, പച്ചക്കറി വേണം, മീൻ വേണം. ഇതൊക്കെ ഞാൻ നിന്ന് വാങ്ങിട്ട് വരുന്നില്ലേ? അതിലെന്തെങ്കിലും വല്ല ഉപ്പോ മുളകോ കുറഞ്ഞു,
അപ്പൊ തുടങ്ങി നിന്റെ പ്രശ്നങ്ങൾ. അതില്ല ഇതില്ല, ഈ കൊണ്ടുവന്നതും ബാക്കി ചെയ്തതൊന്നും ഒന്നുമല്ല. നിനക്കറിയാലോ ഈ മൈഗ്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇന്ന് തലവേദന എടുത്തിട്ട് ഓഫീസിൽ നിന്ന് 3-4 പ്രാവശ്യം വോമിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് നിന്റെ ഈ ചുരിദാർ വാങ്ങാൻ പോയി എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് മതി, ഒരു 5-6 ദിവസം ഈ മിണ്ടാണ്ട് മോന്തയും വെറുപ്പിച്ച് നടക്കാൻ. ഇതാ അതുമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിനക്ക് വേറെ കാരണം കിട്ടി. വളയില്ല, മാലയില്ല, കമ്മലില്ല. നീയൊക്കെ ഇനി എന്താ എന്നെ മനസ്സിലാക്കാൻ പോകുന്നത്? ഞാനൊരു മനുഷ്യനാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും വേണ്ട, എപ്പോഴും സന്തോഷം മാത്രം വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ അത് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നത്. അപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങളായിട്ട് വന്നോളൂ. നിനക്ക് സന്തോഷം ഇവിടെ വേണ്ട, അതാണ് ഇതിന്റെ കാരണം. ഒരു കാര്യം ചെയ്യും, എനിക്ക് പരിപാടിക്ക് പോകണമെങ്കിലല്ലേ ഈ കമ്മലും മാലയും വളയും വേണ്ടത്. തൽക്കാലം നീ ഇവിടെ നിൽക്ക്, ഇപ്രാവശ്യം പോകണ്ട. മനുഷ്യന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയണ്ട.